നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ ആൾ അറസ്റ്റിൽ. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോകാനെത്തിയ മനോജ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. തന്റെ ബാഗിൽ ബോംബുണ്ടോ എന്ന് CISF ഓഫീസറോട് മനോജ് കുമാർ ചോദിച്ചത് ഭീതി പരത്തി. ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയിരുന്നു. താൻ തമാശ പറഞ്ഞതാണെന്ന് പിന്നീട് മനോജ് കുമാർ മൊഴി നൽകിയിരുന്നു. ലെബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലെബി, ഒരു തമാശയാണ് ഈ ഒരു അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ശ്രുതി, ഇത്തരത്തിൽ വിമാനത്താവളം പോലെ വളരെ സെൻസിറ്റീവായ ഇത്തരം സ്ഥലങ്ങളിൽ തമാശ കലർത്തി സംസാരം നടത്തുന്നതിന്റെ ഒരു അപകടാവസ്ഥ തന്നെയാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് CIS ഓഫീസറോട് എക്സ്റേ സ്കാനിങ് ബാഗേജ് സ്കാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാഗിൽ ബോംബ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയായിരുന്നു. ഈ ബോംബ് എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ ഇത് പ്രത്യേകം പെട്ടെന്ന് ഇവർ ശ്രദ്ധിക്കുകയും പരിശോധന നടത്താനായി ഈ മനോജ് കുമാർ എന്ന് ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയ ആളാണ് മനോജ് കുമാർ. ഈ മനോജ് കുമാറിനെ മാറ്റുകയും ചെയ്തു. തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി ഇയാളുടെ മറ്റ് ബാഗേജുകളും അതുപോലെ തന്നെ ഈ മനോജ് കുമാറിനെയും വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇത്തരത്തിൽ തമാശ പറഞ്ഞതാണ് എന്ന് പിന്നീട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു തമാശ ഉണ്ടാക്കാകുന്ന ഒരു ആ സമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു ഭീതി പടർത്തുകയും ബോംബ് എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ തന്നെ അത് സ്വാഭാവികമായും ഇതിൽ പ്രത്യേക ശ്രദ്ധ പതിയുമല്ലോ. അത്തരത്തിൽ ഒരു കുറച്ച് സമയത്തേക്ക് പാനിക്കായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ്. ലേബി, ഇതിപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്? ഒരു തമാശയിൽ നിന്നുണ്ടായ ഒരു വിഷയമാണ്. അതൊരു തമാശയ്ക്ക് ചോദിച്ചാണ്. പക്ഷേ അത്ര തമാശയായിട്ടുള്ള കാര്യമല്ല. വിമാനത്താവളം പോലൊരു സ്ഥലത്ത് നിന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. ശ്രുതി, ഇത് ഗുരുതരമായ വകുപ്പുകളൊന്നുമല്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ വിമാനത്താവളം പോലുള്ള ഒരു സ്ഥലത്ത് ബോംബ് എന്നുള്ള ഒരു വാക്ക് ഏത് സാഹചര്യത്തിലായാലും പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. ഇത്തരത്തിൽ ബോംബുണ്ടോ എന്നുള്ളൊരു തമാശ ഇത്തരത്തിൽ സെക്യൂരിറ്റി സിസ്റ്റം ത്തോട് പ്രതികരിക്കാനാകില്ല എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. എങ്കിലും ഇത്തരത്തിൽ ബോംബ് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു തമാശ ചോദ്യത്തെ പോലും വളരെ ഗൗരവത്തോടുകൂടി സെക്യൂരിറ്റി വിങ് കാണുകയും മെസ്സേജ് മുകളിലേക്ക് പോവുകയും ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണത്. യാത്രക്കാർ തമാശ പറയേണ്ട ഇടമല്ല എയർപോർട്ട്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള തമാശ പറയേണ്ടവരുമല്ല. വളരെ സീരിയസ് ആയി അവിടെ നിന്ന് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരോട് ഇത്ര തമാശ പറയരുത് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായി ഈ സംഭവത്തെ കണക്കാക്കുകയും ചെയ്യാം. ശ്രുതി, ലേബി, ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അത് അറസ്റ്റ് മുൻപാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ തമാശ പറഞ്ഞതാണെന്നാണ് മനോജ് കുമാർ പറയുന്നത്. ഈ പ്രതികരണം അതിനുശേഷം എപ്പോഴാണ് പറയുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞത്? ശ്രുതി, ഇതിനുശേഷം ഇദ്ദേഹം ഈ സെക്യൂരിറ്റി CISFന്റെ ഓഫീസറോടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയ സമയം സ്കാനിങ് നടത്തി ബാഗേജ് ഇപ്പുറത്ത് വന്നപ്പോൾ ഇതിൽ ബോംബ് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു പ്രതികരണം മനോജ് കുമാർ നടത്തിയത്. ഈ ബോംബ് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തെ തുടർന്ന് മനോജ് കുമാറിനെ മാറ്റി നിർത്തുകയും വിവരം മുകളിലേക്ക് അറിയിക്കുകയും ഉടൻ തന്നെ മറ്റ് വിഭാഗങ്ങളെത്തി പരിശോധന നടത്തുകയും സ്കാനിങ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുകയും ചെയ്തു. ബോംബ് എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഒരു പരിഭ്രാന്തി ആ സമയത്ത് ഉണ്ടാവുകയും അതേ തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. പോലീസ് എത്തി ഇത് സംഭവം ഗുരുതരമാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഇത് തമാശ രൂപേണ താൻ പറഞ്ഞതാണ് എന്നുള്ള പ്രതികരണം മനോജ് കുമാർ നടത്തുകയും ചെയ്തു. എങ്കിലും വിമാനത്താവളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു തമാശ അല്ലാത്തതിനാലും ഇത്തരത്തിൽ പറഞ്ഞുകൂടാത്തത് കൊണ്ടുമാണ് ഇത് സ്വാഭാവികമായും ഇത് നിയമലംഘനവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ ആൾ അറസ്റ്റിലായത്. മനോജ് കുമാർ എന്നയാളാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങളാണ് ലെബി സജീന്ദ്രൻ നൽകിയത്.